എന്നൊരു മനുഷ്യൻ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അടുത്തതാണ് പ്രാർത്ഥന. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. നിങ്ങളെല്ലാം വിദ്യാഭ്യാസമുള്ളവരാണ്. ഞാൻ വിനയമായി ചോദിക്കട്ടെ, ഉള്ളിലെ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ച് എത്ര പേര് ഇതിനകത്തിരിക്കുന്നു? നമുക്കുള്ളിൽ ഒരു മനുഷ്യനോ, ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ നമുക്കറിയാം മനുഷ്യനെന്ന് പറയുന്നത് വെറും തോടല്ല, ഇതിനുള്ളിൽ ഒരു മനുഷ്യനുണ്ട്. ഈ ഉള്ളിലെ മനുഷ്യന് ഇല്ലെങ്കിൽ നമ്മൾ ആരാ? ഉള്ളിലെ മനുഷ്യന് ഇല്ലെങ്കിൽ നമ്മൾ ആരാ? മൃഗം അല്ലേ ചേട്ടാ? സത്തുപോയാൽ പിന്നെ ശവം. അപ്പോ നമ്മുടെ മനുഷ്യത്വത്തിന്റെ കാതലായിരിക്കുന്നത് ഉള്ളിൽ ഒരു മനുഷ്യനുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ആ മൃഗങ്ങൾക്ക് ഇതില്ലെന്നും പറഞ്ഞാൽ നമ്മൾ അതിനെയെല്ലാം വെട്ടിയടിക്കുന്നത്. അപ്പോൾ ഉള്ളിലൊരു മനുഷ്യനില്ലെങ്കിൽ ഒന്നുകിൽ ശവം, അല്ലെങ്കിൽ ജീവിതത്തിൽ ദൈവമില്ലാത്തവന്റെ വിജയത്തിനും ദൈവമില്ലാത്തവന്റെ തോൽവിക്കും അപകടമാണ്. അതുകൊണ്ട് ജീവിതം ദൈവസന്നിധിയിൽ, അതുകൊണ്ട് ഉള്ളിലെ മനുഷ്യനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസം ഉള്ളവർക്ക് പോലും അറിയത്തില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്ന എന്റെ ഇടവകയിലെ സഭയിലെ ആളുകളുടെ എല്ലാം ഉള്ളിലെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടും. ശക്തിപ്പെടണമെന്ന് പ്രാർത്ഥിച്ചതല്ല. എങ്ങനെയായിരിക്കണം ശക്തിപ്പെട്ടാൽ? അപ്പന്റെ മഹത്വത്തിനും ധനത്തിനും. ദൈവത്തിന്റെ ധനം മനസ്സിലാക്കി എത്ര പേരുണ്ട്? ദൈവത്തിന്റെ മഹത്വത്തിനനുസരിച്ചായിരിക്കണം. ഉണ്ണിയെ കാണുമ്പോ ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാസിക്കണം. ആർക്കാരോടെ സ്നേഹം? ഒരുത്തിനോട് സ്നേഹം. നമുക്ക് ആരെയും കുറ്റം പറയണ്ട. ഉതിരാത്ത സ്നേഹം നമുക്ക് ആരോടുണ്ട്? ഇന്ന് ഒരുത്തിനോടില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനില്ല, ഭർത്താവിന് ഭാര്യയോടില്ല, മാതാപിതാക്കൾ മക്കളോടില്ല, മക്കൾക്ക് മാതാപിതാക്കളോട് ഒരുമിച്ചുള്ള ഈ സ്നേഹത്തിന്റെ അനുഭവമുള്ളൊരു കുടുംബമായി നിങ്ങളുടെ കുടുംബം തീരാൻ ഞാനും പ്രാർത്ഥിക്കുന്നു. പിന്നെ പറയാണ്, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയണം. നിങ്ങൾ ആരാധിക്കുന്ന എന്തുകൊണ്ട്? പ്രാർത്ഥിക്കുന്ന എന്തുകൊണ്ട്? എന്തിനാ പ്രാർത്ഥിക്കണം? മുമ്പേ പറഞ്ഞു, ഉറങ്ങിയാൽ പിന്നെ ബോധമില്ല, അത് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പിള്ളേര് ദൂരെ പോയാൽ നമുക്ക് കാക്കാനൊക്കത്തില്ല, അതുകൊണ്ട് പ്രാർത്ഥിക്കുക. എന്നാൽ അപ്പോസ്തലൻ അങ്ങനെയല്ല. നമ്മുടെ ബുദ്ധിയെ കഴിയുന്ന ദൈവസ്നേഹത്തെ അറിഞ്ഞ് ആരാധിക്കുന്നത്. അങ്ങനെ എത്ര പേര് ആരാധിക്കുന്നു? നമ്മൾ കാക്കാൻ വേണ്ടി കാക്കണമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ പിള്ളേരെ നിങ്ങൾ കാക്കുന്നത്. എനിക്ക് ഉണ്ണാൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് പിള്ളേർക്ക് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ കൊടുക്കുമെങ്കിൽ നമ്മൾ ചോദിച്ചിട്ടാണോ അപ്പന് ഇതെല്ലാം തരുന്നത്? എന്നാൽ ഇവിടെ അപ്പോസ്തലൻ അവന്റെ സ്നേഹത്തെ, നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ദൈവസ്നേഹത്തെ അറിയാൻ ദൈവമേ എനിക്കിടയാണ്. അങ്ങനെ ആരാധിക്കണം. അവൻ സ്നേഹിക്കുന്നെന്ന് അറിഞ്ഞാൽ അവന്റെ സന്നിധിയിൽ എങ്ങനെ അവന് വേണ്ടി ജീവൻ വെക്കാതിരിക്കും? കാര്യം സാധിക്കാൻ വേണ്ടി ആരാധിക്കുന്നതിനെ കുറിച്ച് അപ്പോസ്തലൻ പറഞ്ഞു തന്നെ, ഈ ആയുസ്സിൽ മാത്രം യേശു പ്രത്യാശ വെച്ചാൽ സകല മനുഷ്യന്റെ അരിഷ്ടം. അപ്പൊ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അരിഷ്ടനാണ്. എല്ലാ മതത്തിലുള്ളവരെക്കാളും അരിഷ്ടമാണ്. കാര്യം സാധിക്കാൻ വേണ്ടി യേശുവിനെ കൂട്ടുപിടിച്ചേക്കും. അതല്ല, ചാകാതിരിക്കണം, അപ്പം തിന്നണം, അത്ഭുതം കാണണം. ഇതിനാണ് എല്ലാവരും വളർന്നു ദൈവത്തെ പോലെ ആകാൻ. അപ്പോസ്തലൻ ഈ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയുള്ള എന്റെ പ്രാർത്ഥന. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരു നല്ല ക്രിസ്ത്യാനിയായി ജീവിക്കാൻ ദൈവം സഹായിക്കും.
കഴിഞ്ഞ വർഷം നടത്തിയ പബ്ലിക് പരീക്ഷകളിൽ വിജയികളായ കുട്ടികൾക്ക് മുൻപതിവ് പോലെ ഇപ്പോഴ് കുടുംബയോഗം വകയായ പാരിതോഷികങ്ങൾ, സമ്മാനങ്ങൾ നൽകുന്നതാണ്. കഴിഞ്ഞ വർഷം നടത്തിയ ICSE പരീക്ഷയിൽ 12ാം ക്ലാസ്സിൽ ISA പരീക്ഷയിൽ മാർത്തോമ റെസിഡൻഷ്യൽ സ്കൂളിൽ നിന്ന് അപ്പിയർ ചെയ്തു. സ്കൂളിലെ റാങ്ക് നമ്പർ 1 ആയിട്ട് പാസ്സായി, ഫസ്റ്റ് റാങ്ക്. ഞാൻ മനസ്സിലാക്കുന്നത് മുൻ വർഷങ്ങളിലും പല വർഷങ്ങളിൽ ജനറൽ പ്രൊവിഷൻസ് നേടിയ റോഷിനി ഉമ്മൻ സ്റ്റാൻഡേർഡ് 12 ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായി. KH മെമ്മോറിയൽ പ്രൈസിന് അർഹയായി. കുടുംബയോഗത്തിന്റെ അനുമോദനങ്ങൾ. കൂടാതെ ഒരു കാര്യം പറയുന്നത് എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ അറിയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ അഖിലേന്ത്യാ തലത്തിലെ ബയോളജിക്ക് ഷീ സ്റ്റാൻഡ്സ് 4th. അഖിലേന്ത്യാ തലത്തിലെ 4ാമത്തെ റാങ്ക്. ബ്ലസി സൂസൻ ജേക്കബ്, ഡോക്ടർ ഓഫ് റോഷിനി, നമ്മുടെ കുടുംബയോഗം സെക്രട്ടറി മിസ്റ്റർ എമ്മോ ഉമ്മന്റെ മകളാണ്, പറയാൻ വിട്ടു. ബ്ലസി സൂസൻ ജേക്കബ്, ഡോക്ടർ ഓഫ് രാജു ജേക്കബ്, ദോഹ, സ്റ്റാൻഡേർഡ് 12 പ്രശസ്തമായ വിധത്തില് ക്ലാസ്സോടുകൂടി പഠനം പൂർത്തിയാക്കി മുമ്പോട്ട് വന്നിട്ട് പ്രൈസ് വന്നു. നോയൽ സി മാത്യു, സൺ ഓഫ് മിസ്റ്റർ MC മാത്യു, കുവൈറ്റ്, 12ാം ക്ലാസ്സില് ക്ലാസ്സോടുകൂടി പാസ്സായി. ഇപ്പോൾ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. മിസ്റ്റർ ജേക്കബ് മാത്യു, സൺ ഓഫ് മിസ്റ്റർ മാത്യു പോത്തൻ, ചെന്നൈ, വന്നിട്ടില്ല. PSC ബിരുദം പ്രശസ്തമായ തരത്തിൽ ഉയർന്ന ക്ലാസ്സോടുകൂടി പാസ്സായിട്ടുണ്ട്. പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഇത്രയും അവസരോചിതമായി നമ്മുടെ കുടുംബയോഗത്തില് ഒരു പ്രസംഗം ചെയ്തത് വളരെ വളരെ 100ൽ കൂടുതൽ ശതമാനം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അത് പ്രയോജനകരമായിരുന്നു. അച്ഛന്റെ നിർദ്ദേശങ്ങള് തീർച്ചയായിട്ടും പ്രായോഗികമാക്കാൻ മനഃപൂർവ്വമായി ശ്രമിക്കും. തീർച്ചയാണെന്നുള്ള വാക്ക് കൊടുക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് തക്ക സമയത്ത് ഇവിടെ എത്തുകയും കാലോചിതവും വളരെ പ്രയോജനകരവുമായ ദൂത് ശക്തമായി ഞങ്ങളോട് പറഞ്ഞതിന് കുടുംബയോഗത്തിന്റെ പേരുള്ള നിശ്ചയവുമായ നന്ദി ഞാൻ അറിയിച്ചുള്ളൂ. പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം? പുതിയ നിയമത്തില് അനേകം കാര്യങ്ങൾ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിന് പ്രസാദം വരുന്ന രീതിയിൽ വേണം നമ്മുടെ പ്രാർത്ഥന. പഴയ നിയമത്തിലെ പ്രാർത്ഥന അല്ലെങ്കിൽ പാപപരിഹാരം, സ്വന്തം പാപങ്ങൾക്ക് സ്വന്തം പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. എന്നാൽ പുതിയ നിയമത്തിലെ പ്രാർത്ഥനയുടെ ശൈലി അങ്ങനല്ല. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവർക്ക് വിടുതൽ കൊടുക്കുന്നതിന് ഒപ്പം നമുക്ക് നേടുന്നുള്ളൂ. എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി എന്ന ഒരു കൺസെപ്റ്റാണ് പുതിയ നിയമത്തിൽ. അതൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾ ഇപ്പോൾ അങ്ങോട്ട് പ്രാർത്ഥിച്ച് കേട്ടാലും കേട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. പണ്ട് ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും കയറി വരരുത് എന്റെ സന്നിധിയിൽ. ഇന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ദൈവമക്കളോട് പറഞ്ഞിരിക്കുന്നത്, എന്റെ കൃപാസനത്തിലേക്ക് ഏത് സമയത്തും അടുത്തു വന്നതാണ്. അവിടെ നമുക്ക് വരാനുള്ള ചെല്ലാനുള്ള പ്രാഗൽഭ്യമുണ്ട്. കുഴപ്പമൊന്നുണ്ട്. അതിൽ പിന്നെ വിടുതൽ കിട്ടിയില്ലെന്നുള്ളതേ ഉള്ളൂ. വിവിധ വിഷയങ്ങൾക്കായി അവിടെ പ്രാർത്ഥിക്കണം. കുടുംബത്തിനായി പ്രാർത്ഥിക്കണം, തലമുറകൾക്കായി പ്രാർത്ഥിക്കണം, അധികാരികൾക്കായി പ്രാർത്ഥിക്കണം, ദേശത്തിനായി പ്രാർത്ഥിക്കണം, സുവിശേഷ വേലയ്ക്കായി പ്രാർത്ഥിക്കണം. കുടുംബത്തിനെ കുറിച്ച്, കുഞ്ഞുങ്ങളെ കുറിച്ച് 8ാം അധ്യായം 10ാം വാക്യം ഇങ്ങനെ പറയുന്നു. നീ ഭക്ഷിച്ച്, നമ്മുടെ കുടുംബം ഇപ്പൊ ഇങ്ങനെ ആയോണ്ടാണ് ഞാനിത് പറയുന്നത്. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവനെ സ്തോത്രം ചെയ്യണം. നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കാതിരിക്കാനും ഞാനിന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാക്കാതിരിക്കാനും നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കരുത്. ഒന്നുകൂടെ പറയുന്ന 14ാം വാക്യം, നിന്റെ ദൈവമായ യഹോവയെ നീ മറന്ന് എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിക്കാൻ സൂക്ഷിച്ചുകൊണ്ടാണ്. ജീവിതകാലം മുഴുവൻ ഇത്രത്തോളം അടികളെ അവിടുന്ന് വഴി നടത്തിയല്ലോ. അടികളുടെ നല്ല പ്രവൃത്തിയോ ശ്രേഷ്ഠതയോ ഒന്നുമല്ല. പിന്നെയോ അവിടുത്തെ